ആശംസകൾ. എന്താണ് നവരാത്രി? ഹൈന്ദവരുടെ ഒരു പ്രധാന ആരാധനയും വിശ്വാസവുമാണിത്. ഈ 9 രാത്രികൾ അതിൽ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ഒടുവിലത്തെ പ്രധാന ദിവസങ്ങളായ ദുർഗാഷ്ടമി, മഹാനവമി, അതുപോലെ വിജയദശമി എന്നിവ വിദ്യാർത്ഥികൾക്കും ലോകത്തിലെ എത്തരത്തിലുള്ള നന്മയ്ക്കും കുടുംബത്തിന് ഐശ്വര്യവും ജോലി ഇല്ലാത്തവർക്ക് നന്മ ഉള്ള ചെറുതും വലുതുമായ ജോലിയും അതിൽ പിടിച്ചു നിൽക്കാനും, ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന് സർവ്വസുഖ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രധാനമായി പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. അതിർത്തി സേവകര് മുതൽ വലുതും ചെറുതുമായിട്ടുള്ള ജോലിക്കാര്, സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ചിട്ടകള് ഏറെക്കുറെ പാലിക്കുന്നുണ്ട്. ആദിപരാശക്തിയായ സ്ത്രീയെ തന്നെയാണ് നമ്മള് ഹൈന്ദവര് ഏറെക്കുറെ വിശ്വസിക്കുന്നത്. സ്ത്രീ ശക്തിയുടെ പ്രധാനപ്പെട്ട 9 ഭാവങ്ങളാണല്ലോ. ദുർഗയുടെ ഈ 9 ഭാവങ്ങള് നമുക്ക് വിവിധ ദേവിമായാൽ തന്നെ കാണിക്കുകയാണ് അവിടെ. ഈ പ്രപഞ്ചശക്തിയായ ആദിപരാശക്തി അവരുടെ ഓരോ ഭാവങ്ങളിലും നമുക്ക് നന്മയ്ക്ക് വേണ്ടി പ്രദാനം ചെയ്യാണ്. ദസറ അല്ലെങ്കിൽ ദുർഗാ പൂജ, സരസ്വതി പൂജ, ഇതെല്ലാം ജനങ്ങൾ പാലിക്കുന്നുണ്ട്. ആദിപരാശക്തി പ്രപഞ്ചനാഥയായ അമ്മയാണ്. തമിഴ്നാട്ടിലുള്ള കൊലുവെപ്പ്, രാമലീല, അങ്ങനെ തുടങ്ങിയ, അതുപോലെ മറ്റുള്ള പ്രദേശങ്ങളിലെ ദുർഗാപൂജ, കുമാരി പൂജ, സപ്തമാതൃപൂജ, ശ്രീവിദ്യ, ശ്രീ ചക്രപൂജ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഭാരതത്തിന്റെ പല കോണുകളിലും ഈ 9 നാളുകൾക്കുള്ളിൽ പലരും പല രീതിയിൽ ഈ ഭക്തിയെ ആചരിക്കുന്നുണ്ട്. വ്രതമായിട്ട്, ഉപാസനയായിട്ട്, നൃത്തമായിട്ട്, മൗനമായിട്ട്, മൗനവ്രതം, അങ്ങനെ ക്രമം പോലെ പലയിടങ്ങളിലും കൊണ്ടാടുന്നുണ്ട്. വ്രതങ്ങളുടെ രാജകുമാരിയായ നവരാത്രി ആചരണം, അത് ചെയ്യുമ്പോൾ ഒരുപാട് ചിട്ടകളുണ്ട്. ശവങ്ങൾ, അതായത് മത്സ്യമാംസാദികൾ, അങ്ങനെയുള്ള ഒരു വസ്തുക്കളും ഉപയോഗിക്കാതെ കുളിയും തേവാരവും വ്രതങ്ങളുമായി തന്നെ ഈ 9 നാൾ വളരെ ചിട്ടയോടുകൂടെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നീങ്ങുകയാണ്. ദുഃഖമോചനം, കാര്യസാധ്യത, മരണത്തിനുള്ളിലെ ദുരാനുഭവങ്ങൾ വിട്ടുമാറല്, ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും മോക്ഷത്തിലൂടെ ചരിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ ഉപാസന. സമൃദ്ധി, കുടുംബക്ഷേമം, രാജ്യക്ഷേമം എല്ലാം ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ആദിപരാശക്തിയുടെ 10 പകലും 9 രാത്രിയും ആണ് ഇത്. ഇത് വിവിധങ്ങളായി ഈ ഹൈന്ദവരോടൊപ്പം തന്നെ ചില വിഭാഗക്കാർ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇത് ആചരിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മാർത്ഥമായി ഹൈന്ദവരോട് ചേർന്ന് നിന്ന് ആടുകയും പാടുകയും ചിലയിടങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. എല്ലാം ഉപാസനയാണ്, വിശ്വാസമാണ്. എല്ലാം ഒന്നിൽ നിന്ന് വന്നതാണ്, സാക്ഷാൽ ആദിപരാശക്തിയിൽ നിന്നാണ്. ആദ്യത്തെ 3 ദിവസം മഹാകാളിക്ക് വേണ്ടിയും, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിക്ക്, അവസാന 3 ദിവസം മഹാസരസ്വതിക്ക്. അങ്ങനെയാണ് ഈ ക്രമം. അപ്പോൾ പൂജകളായിട്ടും വ്രതങ്ങളായിട്ടും ആഘോഷങ്ങളായിട്ടും എല്ലാം അർപ്പിക്കുന്നത് ഈ നവദുർഗയ്ക്ക് തന്നെയാണ്. ദുർഗയെ ആരാധിക്കുന്നത് എല്ലാവിധ നന്മകളും രാജ്യത്തിനും ജനങ്ങൾക്കും തുല്യതയോടുകൂടെ കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ്. യഥാർത്ഥ ചിട്ടയോടുകൂടി അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്യും. അറിവ്, സമൃദ്ധി, ധനം, അങ്ങനെ എല്ലാം നേടുവാൻ മനുഷ്യൻ ഈ പ്രവൃത്തി ചെയ്യണം എന്നാണ്
എൻ്റെ അഭിപ്രായം. ആ ആദിപരാശക്തി തന്നെയാണ് ഈ ഭൂമിയിലെ സർവ്വതും. വിവിധ പേരുകളായ ആ അമ്മ തന്നെയാണ്. ആദ്യ ദിവസം ശൈലപുത്രി, അടുത്ത ദിവസം ബ്രഹ്മചാരിണി, പിന്നെ ചന്ദ്രികാഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളി അല്ലെങ്കിൽ കാലരാത്രി, മഹാഗൗരി, സിദ്ധിരാത്രി, അങ്ങനെ 9 ഭാവങ്ങളുണ്ട് അമ്മയ്ക്ക്. ആ പ്രപഞ്ച ശക്തിയോടൊപ്പം എത്താൻ ഈ ഭൂമിയിൽ ഇന്ന് വരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. സാക്ഷാൽ ദൈവികമായ ആ വിശ്വാസത്തിൽ ഹൈന്ദവർ ഇന്നും നീങ്ങുകയാണ്. അതുപോലെ തമിഴ്നാട്ടിലൊക്കെ വളരെ വലിയ ആചാരങ്ങളാണ്. ഇതിന് ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ഡി എന്നീ പേരുകളിലും ആരാധന ഉണ്ട് പലയിടങ്ങളിലും. പല ദേവീക്ഷേത്രങ്ങളിലും പൂജയും ഭജനയും ആരാധനയും, അതുപോലെ അഷ്ടലക്ഷ്മി പൂജ, ലളിത സഹസ്രനാമ പാരായണം, വിദ്യാരംഭം, ഉത്സവം, പൊങ്കാല, പൂരം, ദേവീ ഭാഗവത നവയജ്ഞം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ദേവീ ഭാഗവത നവയജ്ഞം വളരെ പേരും പ്രശസ്തിയും ഉള്ളതാണ്. ചണ്ഡികാഹോമം, ഐശ്വര്യ പൂജ, സരസ്വതി പൂജ, ആത്മീയ പ്രഭാഷണ പരമ്പര, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചണ്ഡിക പൂജയാണ്, ചണ്ഡിക പൂജയല്ല, വാക്കുകളിൽ വ്യത്യാസം വന്നതിന് സമയത്ത് പുതിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അതിന് തുടക്കം കുറിക്കലും ഇവിടെ നിന്ന് തന്നെ. ഇതൊരു ശ്രീരാമൻ്റെ, അതായത് രാമവിജയമായിട്ട് ഇത് ആഘോഷിക്കുന്നു.